എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രദീപ് മുഖത്തല. നമ്മൾ പ്രധാനമായിട്ടും ഒരു കൺഫ്യൂസിങ് ഫാക്ട്സ് പഠിച്ചായിരുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സമയത്ത് കുറച്ച് കൺഫ്യൂസിങ് ഫാക്ട്സ് പഠിപ്പിച്ചിട്ട് നിങ്ങളുടെ ഹോട്ട് ടോപ്പിക്സ് പരീക്ഷ എടുക്കുന്ന സമയത്ത് ഹോട്ട് ടോപ്പിക്സിലോട്ട് പോവാം. കാരണം ഒത്തിരി ഹോട്ട് ടോപ്പിക്സ് തരാനുണ്ട്. നോബൽ സമ്മാനമായാലും നമ്മൾ അടുത്ത കാലത്തെ ആണവ നിലയങ്ങൾ, തുറമുഖങ്ങൾ, എങ്ങനെ കാരിഫ് റാബി, അത് ആ പരീക്ഷ അടുക്കട്ട് എന്ന് വെച്ചാണ്. അതുകൊണ്ടാണ് ഇപ്പം മാറ്റി നിർത്തിയിരിക്കുന്നത്. അത് ഇങ്ങനെയുള്ളത് ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യങ്ങളിലെ 12th ലെവൽ പരീക്ഷകൾക്ക് ചോദിച്ച കുറേ ക്വസ്റ്റ്യനുകളുടെ കൺഫ്യൂസിങ് ഫാക്ട്സ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാം ഘട്ടം നമ്മൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. റിവിഷനായിട്ട് നടക്കുക. രണ്ടാം ഘട്ടത്തിലേക്ക് പോവാം. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കാം. മുന്നോട്ട് പോകുന്ന ഓരോ ദിവസവും വാശി ഉണ്ടായിരിക്കണം. വേറെ ആരെയും നോക്കരുത്. തളർത്താൻ ഇഷ്ടം പോലെ ആൾക്കാർ കാണും, പക്ഷേ ഉയർത്താൻ 1-2 പേര് കാണും. അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഉയരുക. അല്ലെങ്കിൽ ആരും കാണത്തില്ല. നമ്മുടെ വീട്ടുകാർ മാത്രമേ അവസാനം കാണൂ. അല്ലാതെ കൂട്ടുകാരൻ വരും, അവൻ വരും, ഇവൻ വരും എന്നൊക്കെ പറയാൻ 1-2 ദിവസം കാണും. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ മനസ്സിനെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് മനസ്സ് സ്ട്രോങ് ആണോ, നിങ്ങളും സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് എന്ത് പ്രതിബന്ധം വന്നാലും ഈ വരുന്ന പരീക്ഷകൾ ഞാൻ നേടും എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. കുറച്ചൊക്കെ പഠിക്കാൻ പറ്റൂ ചിലവർക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. പക്ഷെ പഠിക്കുന്നത് നല്ല രീതിയിൽ കയറി ഇന്ന് 100 എണ്ണം പഠിച്ചാൽ നാളെ 150 എണ്ണം പഠിക്കും. നാളെ ഇത്രയും ഭാഗം ഞാൻ തീർക്കും എന്നൊരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചില ഭാഗങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റുന്നതായിരിക്കത്തില്ല. കണക്കോ ചിലപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കോ ഇംഗ്ലീഷോ ഒക്കെ. പക്ഷെ ബാക്കിയുള്ള ഭാഗം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റൂല. നിങ്ങൾക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഭാഗത്തിന് കൂടുതൽ സമയമെടുക്കുക. മറ്റേത് ഒരു ദിവസത്തിൽ ഇത്ര നേരം ഞാൻ കൂടുതൽ മെനക്കെട്ടിരിക്കും എന്ന രീതി കുറേശ്ശെ കയറി വരിക. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു നാളെ ഒരു 3 മാസമൊക്കെ കഴിയുമ്പോൾ അങ്ങ് സെറ്റ് ആവുന്നത്. ധൈര്യമായിട്ടിരിക്കുക, മുന്നോട്ട് പോവുക. ഓക്കെ, ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് ടോപ്പിക്കൊക്കെ 20 ചോദ്യം. 21ാമത്തെ ചോദ്യം, രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്രോട്ടീൻ ഏതെന്ന്? പ്ലാസ്മ പ്രോട്ടീൻ. ഈ പ്ലാസ്മ പ്രോട്ടീൻ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ ആണ്. രോഗപ്രതിരോധത്തെ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഗ്ലോബുലിൻ ആണ്. സ്കൂൾ ടെസ്റ്റിൽ ഉള്ളതാണ്. ഗ്ലോബുലിൻ ആണ്. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ ആണ്. അപ്പോൾ 3 എണ്ണം ഒന്ന് കൂടെ ഓക്കേടെ. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീന്റെ പേര് ആൽബുമിൻ. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നത് ഗ്ലോബുലിൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ. ആവർത്തിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ. വിറ്റാമിൻ കെയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമല്ലേ ഹീമോഫീലിയ. രാജകീയ രോഗമെന്നും ക്രിസ്മസ് രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് ഹീമോഫീലിയ അല്ലേ? ആണ്. രാജകീയ രോഗമെന്നും ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ ആണ് അല്ലെ? രോഗങ്ങളുടെ രാജാവ് ഏതാ? അത് ക്ഷയമാണ്. രോഗങ്ങളുടെ രാജാവ് എന്ന് വിളിക്കേണ്ടത് ക്ഷയവും രാജകീയ രോഗം എന്ന് വിളിക്കുന്നത് ഹീമോഫീലിയ ആണ്. എന്നാൽ ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ആണ് ഹീമോഫീലിയ ദിനം. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. തെറ്റിപ്പോരുത്. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 17, ഹീമോഫീലിയ ദിനം ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7, ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17, മലേറിയ ദിനം ഏപ്രിൽ 25. മലേറിയ ദിനം എന്താണ്? ഏപ്രിൽ 25. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ് കേട്ടോ. ജനീവയാണ് ലോകാരോഗ്യ സംഘടന. ലോക വ്യാപാര സംഘടനയില്ലേ, WHO ഇവയുടെയൊക്കെ ആസ്ഥാനം എവിടെയെന്ന് വെച്ചാൽ ജനീവയാണ് നമ്മൾ പറയേണ്ടത്. ഓർത്ത് വെച്ചിരിക്കുന്നത് സ്വിറ്റ്സർലൻഡിലാണ് ജനീവ എന്ന് വിളിക്കുന്നത്. അപ്പൊ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന ഹോർമോൺ പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിനും, രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നത് ഗ്ലോബുലിനും, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ഫൈബ്രിനോജനുമാണ്. ഓക്കെ, ഇനി പുതിയ പാർലമെന്റ് മന്ദിരം ഉണ്ടല്ലോ. നമുക്ക് പുതിയ പാർലമെന്റ് മന്ദിരം വന്നില്ലേ? എന്നാ പുതിയ പാർലമെന്റ് മന്ദിരം വന്നത്? 2023 മെയ് മാസം 28 അല്ലെ? 2023 മെയ് മാസം 28 നമ്മുടെ നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശില്പി വിമൽ ഹാസ്മുഖ് പട്ടേൽ അല്ലേ? 2023 മെയ് മാസം 28 പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. അതിലെ രാജ്യസഭയുടെ ചേംബർ നിർമ്മിച്ചിരിക്കുന്നത് ദേശീയ പുഷ്പമായ താമരയുടെ ആകൃതിയിലാണ്. രാജ്യസഭയുടെ ചേംബർ നിർമ്മിച്ചിരിക്കുന്നത്. ലോകസഭയുടെ ചേംബർ നിർമ്മിച്ചിരിക്കുന്നത് ദേശീയ പക്ഷിയായ മയിലിന്റെ ആകൃതിയിലാണ്. അപ്പം പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ രാജ്യസഭയുടെ ചേംബർ ഏതാണ്? ദേശീയ പുഷ്പമായ താമരയുടെ ആകൃതിയിലും, ലോകസഭയുടെ ചേംബർ ഏതാണ്? ദേശീയ പക്ഷിയായ മയിലിന്റെ ആകൃതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി 30 വയസ്സല്ലേ? ആണ്. ലോകസഭ അംഗമാകാനുള്ളതോ? അത് 25 വയസ്സാ അല്ലെ? ലോകസഭ അംഗമാകാൻ 25 വയസ്സായത്. ലോകസഭ അംഗമാകാൻ, സംസ്ഥാന നിയമസഭയിൽ അംഗമാകാൻ, അതുപോലെ പ്രധാനമന്ത്രിയാകാൻ, ഇതൊക്കെ 25 വയസ്സാ പറയുന്നത്.
പറയേണ്ടത്. പക്ഷെ രാജ്യസഭയിൽ 30 വയസ്സാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ ഇവർക്കൊക്കെ 35 വയസ്സാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ ആകാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര? 35 വയസ്സാണ് അല്ലെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കാൻ 21 വയസ്സായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കാൻ എത്ര വയസ്സ് മതിയുടെ? 21 വയസ്സായി. നമ്മുടെ വോട്ടിംഗ് പ്രായം എത്രയാണ്? വോട്ടിംഗ് പ്രായം 18 വയസ്സാണ് അല്ലെ. മുമ്പ് 21 ആയിരുന്നു. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി കുറച്ചത് 1989 61-ാം ഭേദഗതി പ്രകാരം രാജീവ് ഗാന്ധി സർക്കാർ. ഇമ്പോർട്ടന്റ് ചോദ്യമാണ് കേട്ടോ. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി കുറച്ച ഭേദഗതി എത്രയാണ്? 61-ാം ഭേദഗതി. 1989 നിലവിൽ വരുന്നത്. 88-ൽ ഭേദഗതി വന്നു, 89-ൽ നിലവിൽ വന്നു. 61-ാം ഭേദഗതി. ഏത് പ്രധാനമന്ത്രിയാണ്? രാജീവ് ഗാന്ധി സർക്കാരാണ് ഇത് കൊണ്ടുവരുന്നത്. വോട്ടിംഗ് പ്രായം കുറച്ചിരുന്നത് കേട്ടോ. നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചത് രാജീവ് ഗാന്ധിയാണ്. നവോദയ വിദ്യാലയങ്ങൾ കൊണ്ടുവന്നത് രാജീവ് ഗാന്ധിയാണ്. കൂറുമാറ്റ നിരോധന നിയമമില്ലേ 1985-ൽ നടപ്പിലാക്കിയ കൂറുമാറ്റ നിരോധന നിയമം നടപ്പിലാക്കിയതും രാജീവ് ഗാന്ധിയാണ്. അതുപോലെ രാജീവ് ഗാന്ധിയാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നടപ്പിലാക്കിയത്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധിയാണ്. നവോദയ വിദ്യാലയങ്ങൾ കൊണ്ടുവന്നത് രാജീവ് ഗാന്ധിയാണ്. അതുപോലെ ഇന്ത്യയുടെ വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി കുറച്ചത് രാജീവ് ഗാന്ധിയാണ്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നടപ്പിലാക്കിയത് ആരാണ്? രാജീവ് ഗാന്ധി. അപ്പൊ രാജ്യസഭയുടെ ചേംബർ എവിടെയാണ്? ദേശീയ പുഷ്പമായ താമരയുടെ ആകൃതി. ഈ രാജ്യസഭാ സീറ്റും ലോകസഭാ സീറ്റും ഏറ്റവും കൂടുതൽ ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിലാണ്. രാജ്യസഭാ സീറ്റ് മാത്രമല്ല, ലോകസഭാ സീറ്റ് മാത്രമല്ല, ഇന്ത്യയിലെ സംസ്ഥാന നിയമസഭാ മണ്ഡലങ്ങൾ ഏറ്റവും കൂടുതൽ. ലോകസഭാ മണ്ഡലങ്ങൾ, രാജ്യസഭാ മണ്ഡലങ്ങൾ, സംസ്ഥാന നിയമസഭാ മണ്ഡലങ്ങൾ, ജനസംഖ്യ ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലാണ്. പിന്നെയുണ്ട് പട്ടിക ജാതിക്കാർ ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശ്. ഗോതമ്പ് ഏറ്റവും കൂടുതൽ, കരിമ്പ് ഏറ്റവും കൂടുതൽ, പഞ്ചസാര ഏറ്റവും കൂടുതൽ. ഇതൊക്കെ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. അപ്പൊ ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭ, ജനസംഖ്യ, പട്ടികജാതി ഇതൊക്കെ ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശ്, കരിമ്പ് ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശ്, പഞ്ചസാര ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം എന്താണ്? ലഖ്നൗ. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ഏതാണ്? ലഖ്നൗ ആണ് ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം. ഗംഗ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഗംഗ ഏറ്റവും കൂടുതൽ ഒഴുകുന്നത്. അതുപോലെ 1857 വിപ്ലവം ഏറ്റവും കൂടുതൽ വ്യാപിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഉത്തർപ്രദേശിലാണ്. 1857 വിപ്ലവം ഏറ്റവും കൂടുതൽ വ്യാപിച്ച സംസ്ഥാനം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം നോക്കേ. വൻകിട ജലസേചന പദ്ധതികൾക്ക് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏത്? 1-ാം പഞ്ചവത്സര പദ്ധതി. വൻകിട ജലസേചന പദ്ധതി 1951-56 1-ാം പഞ്ചവത്സര പദ്ധതി ആണ്. ഫക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ ഇതൊക്കെ വന്നത് 1-ാം പഞ്ചവത്സര പദ്ധതിയാണ്. വൻകിട ഇരുമ്പുരുക്ക് നിർമ്മാണശാലകൾക്ക് പ്രാധാന്യം നൽകിയത് 2-ാം പഞ്ചവത്സര പദ്ധതിയാണ്. 1956-61 2-ാം പഞ്ചവത്സര പദ്ധതി വരുന്നത് അല്ലെ. അപ്പൊ 1-ാം പഞ്ചവത്സര പദ്ധതി വൻകിട ജലസേചന പദ്ധതികൾ വന്നെങ്കിൽ വൻകിട ഇരുമ്പുരുക്ക് നിർമ്മാണശാലകൾ വരുന്നത് എവിടെയാണ്? 2-ാം പഞ്ചവത്സര പദ്ധതി. പില്ലായി, റൂർക്കേല, ദുർഗാപൂർ ഇതൊക്കെ വരുന്നത് 2-ാം പഞ്ചവത്സര പദ്ധതിയിലായിരുന്നു അല്ലെ. പഞ്ചവത്സര പദ്ധതി എന്നാണ് ആരംഭിച്ചത്? പഞ്ചവത്സര പദ്ധതി 1951 ഏപ്രിൽ 1-നാണ് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് അല്ലെ. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാ? ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. 1-ാം പഞ്ചവത്സര പദ്ധതിക്ക് ആമുഖം എഴുതിയത് ഒരു മലയാളിയാണെന്ന് പറയാറുള്ളത്. 1-ാം പഞ്ചവത്സര പദ്ധതിക്ക് ആമുഖം എഴുതിയത് KN രാജാണ്. KM രാജാണ് 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം എഴുതിയത്. ഹരോൾഡ് ഡോമർ മാതൃക, അതുപോലെ കാർഷിക പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്നത് 1-ാം പഞ്ചവത്സര പദ്ധതി അല്ലേ ആണ്. 1-ാം പഞ്ചവത്സര പദ്ധതിക്കകത്താണ് CDP വരുന്നത്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇല്ലേ 1952 ഒക്ടോബർ 2-ന്. അപ്പൊ CDP നല്ലൊരു ചോദ്യമാണ്. CDP വന്ന വർഷം, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം CDP വന്നു. NDC വന്നത് 52-ല്. NDC എന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണരൂപ NDC, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അല്ലെ. ദേശീയ വികസന സമിതി വന്നതും 52-ലാണ്. ഫാമിലി പ്ലാനിംഗ്, കുടുംബാസൂത്രണം വന്നതും 52-ലാണ്. ഇതെല്ലാം 1-ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഏതൊക്കെയാണ് 1-ാം പഞ്ചവത്സര പദ്ധതി വന്നത്? CDP വന്നു, NDC വന്നു, ഫാമിലി പ്ലാനിംഗ് വന്നതും 1952. 3 വന്നത് 52-ലാണ്. 53 വന്ന എന്തായിരുന്നു? 1-ാം പഞ്ചവത്സര
പഞ്ചവത്സര പദ്ധതി കാലത്ത് 53 UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ 53 UGC വരുന്നത്. മറന്നുപോരുത്, ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ്. UGC വരാൻ കാരണമായ കമ്മീഷൻ ഏതാണെന്നറിയാമോ? UGC വരാൻ കാരണമായ കമ്മീഷൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനായ രാധാകൃഷ്ണൻ കമ്മീഷൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ 1948 വന്ന രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഈ രാധാകൃഷ്ണൻ കമ്മീഷൻ പ്രകാരമാണ് ഇന്ത്യയിൽ എന്ത് വരുന്നത്? UGC വരുന്നത്. എന്താ UGC വന്നത്? 53 UGC വരുന്നത്. ആരായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി? UGC ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാ? മൗലാന അബുൽ കലാം ആസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബുൽ കലാം ആസാദാണ് UGC ഉദ്ഘാടനം ചെയ്തത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മൗലാന അബുൽ കലാം ആസാദ് ജന്മദിനമാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? നമ്മുടെ വിദ്യാഭ്യാസ ദിനമായിട്ട് പറയുന്നത്. നവംബർ 11. ഇന്ത്യയുടെ വിദ്യാഭ്യാസ ദിനം നവംബർ 11 അല്ലയോടെ. മെക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി എന്നും അൽ ഹിലാൽ അൽ ബലാഖ് എന്നീ പത്രങ്ങൾ ആരുടെ എന്ന് ചോദിച്ചാലും, അതുപോലെ നമ്മുടെ ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാ? നമ്മുടെ മൗലാന അബുൽ കലാം ആസാദിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം. അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതി 51-56 നമ്മുടെ കേരളത്തിലുണ്ടല്ലോ. കുട്ടനാട് മായി ബന്ധപ്പെട്ട തോട്ടപ്പള്ളി സ്പിൽവേ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമാണ്. തോട്ടപ്പള്ളി സ്പിൽവേ കേട്ടോ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ബക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ ഈ വൻകിട ജലസേചന പദ്ധതികളൊക്കെ വൻകിട ജലവൈദ്യുത പദ്ധതികളൊക്കെ വന്നിട്ടുണ്ട്. ഈ ബക്രാനങ്കൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന വേളയിൽ ജവഹർലാൽ നെഹ്റു ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അണക്കെട്ടുകൾ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞത് ഏത് അണക്കെട്ടിന്റെ ഉദ്ഘാടന വേളയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബക്രാനങ്കൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന വേളയിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാചകമാണ്. ഏതാണ്? അണക്കെട്ടുകൾ ഇന്ത്യൻ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞത്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ വൻകിട ഇരുമ്പുരുക്ക് നിർമ്മാണശാലകൾ വന്നത് എവിടെ? ഭിലായി, റൂർക്കേല, ദുർഗാപൂർ. രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായത്തിനാണ് പ്രാധാന്യം കൊടുത്തത് അല്ലെ. ഭിലായി ഛത്തീസ്ഗഡിലാണ്, റൂർക്കേല ഒഡീഷയിലാണ്, ദുർഗാപൂർ ബ്രിട്ടനിലാണ്, ബൊക്കാറോ എവിടെയാണ്? ബൊക്കാറോ ഛത്തീസ്ഗഡിലാണ്, ബൊക്കാറോ ജാർഖണ്ഡിലാണ്. അപ്പം ഭിലായി ഛത്തീസ്ഗഡ്, റൂർക്കേല ഒഡീഷ, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ, ബൊക്കാറോ എവിടെയാണ്? ജാർഖണ്ഡിൽ. ഇതൊക്കെ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം കായംകുളം അല്ലെ. രാജീവ് ഗാന്ധിയുടെ പേരിലല്ലേ കായംകുളം. കായംകുളം ഏത് ജില്ലയിലാണ്? കായംകുളം ആലപ്പുഴ ജില്ലയിലാണ്. കായംകുളം താപവൈദ്യുത നിലയമാണ് കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം എന്നറിയപ്പെടുന്നത് കേട്ടോ. രാജീവ് ഗാന്ധിയുടെ പേരിലാണ്. അവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്തയാണ്. നാഫ്ത അച്ചൻകോവിലെ വെള്ളമാണ് ഉപയോഗിക്കാറുള്ളത് എന്ന് പറയാറില്ലേ. കായംകുളം ചൂളത്തെരുവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്നും പറയാറുണ്ട്. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം എറണാകുളത്ത് ബ്രഹ്മപുരമാണ്. ഡീസൽ വൈദ്യുത 2 ഡീസൽ വൈദ്യുത നിലയം ഉണ്ട് നമുക്ക്. ഏതൊക്കെയാ? ബ്രഹ്മപുരവും നല്ലളവും. എറണാകുളത്ത് ബ്രഹ്മപുരം, നല്ലളം കോഴിക്കോട് അല്ലെ. നല്ലളം കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ പ്രകൃതിവാതക വൈദ്യുത നിലയം ചീമേനി കാസർഗോഡാണ്. ചീമേനി കാസർഗോഡ്. കേരളത്തിലെ ആദ്യത്തെ പ്രകൃതിവാതക വൈദ്യുത നിലയം ഏതാണ്? ചീമേനി കാസർഗോഡ്. എവിടെ? ചീമേനി പഠിച്ചിട്ടുള്ള വേറൊരെണ്ണം പഠിച്ചിട്ടുണ്ടല്ലോ, ചീമേനി. നമ്മൾ നല്ലൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ? ഈ കേരളത്തിൽ നടന്ന ഒരു പ്രക്ഷോഭമാണ് കരിവള്ളൂർ സമരവും തോൽവിറക സമരവും. 46 നടന്നതാ. കരിവള്ളൂർ സമരം കണ്ണൂരിലും തോൽവിറക സമരം നടന്നത് കാസർഗോഡ് ചീമേനിയിലാണ്. അപ്പൊ 1946 തോൽവിറക സമരം നടന്നത് എവിടെയാണ്? കാസർഗോഡ് ചീമേനിയിലാണ് തോൽവിറക സമരം. കാർത്യായനി അമ്മ കേട്ടോ. തോൽവിറക സമര നായിക ആരാണ്? തോൽവിറക സമര നായിക കാർത്യായനി അമ്മയാണ്. കരിവള്ളൂർ സമര നായിക ആരാ? കരിവള്ളൂർ സമര നായിക അതാരെന്ന് വെച്ചാൽ ദേവയാനിയാണ്. അപ്പൊ കണ്ണൂർ നടന്ന കരിവള്ളൂർ സമര നായിക ദേവയാനിയും കാസർഗോഡ് നടന്ന തോൽവിറക സമര നായിക ആരാടെ? അതാരെന്ന് ചോദിച്ചാൽ നിങ്ങൾ കാർത്യായനി അമ്മയാണ്. അപ്പൊ ചീമേനി എവിടെ? കാസർഗോഡ്. ചിന്നാർ എവിടാടെ? ചിന്നാർ ഇടുക്കി. ചിന്നാർ ഇടുക്കി. ചിമ്മിനി എവിടാ? ചിമ്മിനി ജലവൈദ്യുത പദ്ധതി അത് തൃശ്ശൂരാണ്. ചിമ്മിനി തൃശ്ശൂര്, ചിന്നാർ ഇടുക്കിയാണ് അല്ലെ. ചെന്തുരുണി എവിടാ? ചെന്തുരുണി അത് കൊല്ലം ജില്ലയിലാണ്. ചെന്തുരുണി വന്യജീവി സങ്കേത കേന്ദ്രം എവിടെയാണ്? കൊല്ലം. അപ്പൊ ചിന്നാർ വന്യജീവി സങ്കേത കേന്ദ്രം ഇടുക്കി, ചിമ്മിനി വന്യജീവി സങ്കേത കേന്ദ്രം എവിടാ? അത്
അത് തൃശ്ശൂര്. പിന്നെ ചുലന്നൂർ പക്ഷി സങ്കേത കേന്ദ്രമില്ലേ, അത് പാലക്കാട്. ചുലന്നൂർ എവിടാണ്? പാലക്കാട്. ചീമേനി എന്ന് പറയുന്നത് ഒരു പ്രകൃതിവാതക നിലയം എവിടെ? കാസർഗോഡ് ജില്ലയിലാണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പൊ ഏറ്റവും ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ബ്രഹ്മപുരം എറണാകുളം, രണ്ടാമത്തെ ഡീസൽ വൈദ്യുത നിലയം നല്ലളം കോഴിക്കോട്. അടുത്ത ചോദ്യം നോക്കേ. ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയതെന്ന്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ന്. നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ. പാർലമെന്റ് പാസ്സാക്കിയത് 1993 സെപ്റ്റംബർ 28-നാണ്. സെപ്റ്റംബർ 28-നും നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12-നുമാണ്. തെറ്റിപ്പോരുത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന ഡേറ്റ് എന്നാണ്? 1993 ഒക്ടോബർ 12. എന്നാണ് മനുഷ്യാവകാശ ദിനം? ഡിസംബർ 10 അല്ലെ? ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം എന്നൊന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 10. മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ രംഗനാഥ മിശ്രയാണ്. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ അധ്യക്ഷൻ ജസ്റ്റിസ് വെങ്കിട ചെല്ലയ്യയാണ്. ജസ്റ്റിസ് വെങ്കിട ചെല്ലയ്യയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ അധ്യക്ഷൻ ആരെന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരേ ഒരു മലയാളി അധ്യക്ഷൻ KG ബാലകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകുന്ന ഒരേ ഒരു മലയാളി ആരാണ്? KG ബാലകൃഷ്ണൻ. കോട്ടയം ജില്ലയിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരല്ലേ ആവുന്നത്. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ് KG ബാലകൃഷ്ണൻ ജനിച്ചത്. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകുന്ന ഒരേ ഒരു മലയാളി ആരാണ്? KG ബാലകൃഷ്ണനാണ്. ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ രാമസുബ്രഹ്മണ്യം. രാമസുബ്രഹ്മണ്യമാണ് ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമാകുന്നത് ആകുന്ന മലയാളി ഫാത്തിമ ബീബിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമാകുന്ന ആദ്യ മലയാളി ആരാണ്? ഫാത്തിമ ബീബി. ചെയർമാൻ ആകുന്ന ആദ്യ മലയാളി ആരാ? KG ബാലകൃഷ്ണൻ. ആദ്യത്തെ ചെയർമാൻ ആരാ? രംഗനാഥ മിശ്ര. രണ്ടാമത്തെ ആരാ? വെങ്കിട ചെല്ലയ്യ. മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനത്തിന് പറയുന്ന പേരെന്താ? ആസ്ഥാനത്തിന് പറയുന്ന പേര് സർദാർ പട്ടേൽ ഭവൻ അഥവാ മാനവ് അധികാർ ഭവൻ. മാനവ അധികാർ ഭവൻ അഥവാ സർദാർ പട്ടേൽ ഭവൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥന്റെ പേര് സെക്രട്ടറി ജനറൽ എന്നാണ് കേട്ടോ. കാര്യനിർവഹണ ഉദ്യോഗസ്ഥന്റെ പേരെന്താണ്? സെക്രട്ടറി ജനറൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകാനുള്ള യോഗ്യത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതിയോ ജഡ്ജിയോ ആയാൽ മതി. ഇപ്പൊ ഭേദഗതിയിലൂടെ അങ്ങനെ കൊണ്ടുവന്നു. ഏതായിരുന്നത്? ഒന്നുകിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയോ ആയാൽ മതി. എന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് 93 സെപ്റ്റംബർ 28-നും നിലവിൽ വന്നത് ഒക്ടോബർ 12-നും. സെറ്റ് ആണല്ലോ. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. താടിയുള്ള ചിത്രകാരൻ എന്നറിയപ്പെടുന്ന ലോക പ്രശസ്ത ചിത്രകാരൻ വിൻസെന്റ് വാൻ ഗോഗ് ആണ് കേട്ടോ. താടിയുള്ള ചിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വിൻസെന്റ് വാൻ ഗോഗ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പെയിന്റിംഗ് ആണ് സൺഫ്ലവർ. സ്റ്റാറി നൈറ്റ്, ഇതൊക്കെ സ്റ്റാറി ലൈറ്റ് അല്ല, സ്റ്റാറി നൈറ്റ്, ഇതൊക്കെ ലൈറ്റ്, സ്റ്റാറി ലൈറ്റ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്ത പെയിന്റിംഗ് ആണ്. അപ്പം സൂര്യകാന്തി പൂക്കൾ ആരുടെ പ്രശസ്ത പെയിന്റിംഗ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരുടെയാണ്? വിൻസെന്റ് വാൻ ഗോഗിനെയാണ്. നിഴലുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ചിത്രകാരൻ റംബ്രാൻഡ് ആണ്. റംബ്രാൻഡ്. അദ്ദേഹത്തിന്റെ പ്രധാന പെയിന്റിംഗ് ആണ് നൈറ്റ് വാച്ച് എന്ന് വിളിക്കുന്നത്. നൈറ്റ് വാച്ച് എന്ന് വിളിക്കുന്നത്. അതുപോലെ 10ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിൽ ഒരെണ്ണം കിടപ്പുണ്ടേ. രണ്ടാം ലോക മഹായുദ്ധത്തെ ആസ്പദമാക്കി ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാടെ ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത്? പിക്കാസോ, പാബ്ലോ പിക്കാസോ അല്ലെ. രണ്ടാം ലോക മഹായുദ്ധത്തെ ആസ്പദമാക്കി ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത് ആരാടെ? പിക്കാസോയാണ്. അന്ത്യ അത്താഴം എന്ന പെയിന്റിംഗ് ആരുടെയാണ്? അന്ത്യ അത്താഴം ഡാവിഞ്ചി. അത്താഴത്തിന്റെ കൂടെ ഇഞ്ചി ഉണ്ടായിരുന്നു എന്ന് പഠിക്കത്തില്ലേ. അന്ത്യ അത്താഴം എന്ന പെയിന്റിംഗ് ലിയനാർഡോ ഡാവിഞ്ചി. അന്ത്യവിധി എന്ന പെയിന്റിംഗ് മൈക്കൽ ആഞ്ചലോ. ലാസ്റ്റ് ജഡ്ജ്മെന്റ്. അപ്പൊ ലാസ്റ്റ് സപ്പർ എഴുതിയത് ഡാവിഞ്ചിയും ലാസ്റ്റ് ജഡ്ജ്മെന്റ് ആരുടെയാണ്? മൈക്കൽ ആഞ്ചലോയുടെയാണ്. ഓർത്തോക്കെ. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് ആരാടെ? ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ നന്ദൻലാൽ ബോസ് ആണ്. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് ആരാണ്? നന്ദൻലാൽ ബോസ്. ഉമയുടെ തപസ്യ, ഗ്രാമീണ ചെണ്ടക്കാരൻ, സതി, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്ത ചിത്രങ്ങളാണ്. നന്ദൻലാൽ ബോസിന്റെ ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ഉമയുടെ തപസ്യ, സതി, ഗ്രാമീണ ചെണ്ടക്കാരൻ, ഇതൊക്കെ നന്ദൻലാൽ ബോസിന്റെ. ഗ്രാമീണ ജീവിതം എന്ന പെയിന്റിംഗ് അമൃത ഷെർഗിലിന്റെ. ഗ്രാമീണ ജീവിതം ആരുടെയാണ്? അമൃത ഷെർഗിൽ. കേരള ചിത്രകലയുടെ പിതാവ് ആരാ? അത് രാജാ രവിവർമ്മ അല്ലെ. രാജാ രവിവർമ്മ. പ്രശസ്ത പെയിന്റിംഗ് ഏതൊക്കെയാ? മുല്ലപ്പൂ ചൂടിയ നായകൻ,
നായർ വനിത, ഹംസവും ദമയന്തിയും, അമ്മയും കുഞ്ഞും, അല്ലെ, മൈസൂർ ഖേദ, മലബാർ മനോഹരി. അപ്പൊ മുല്ലപ്പൂ ചൂടിയ നായർ വനിത, ഹംസവും ദമയന്തിയും, അമ്മയും കുഞ്ഞും, ദർഭമുന കൊണ്ട ശകുന്തള. ഇതൊക്കെ ആരുടെയാണ്? നമ്മുടെ രാജാ രവിവർമ്മയുടെ പെയിന്റിംഗ് ആണ്. കേരള ചിത്രകലയുടെ പിതാവാര? രാജാവ് രവിവർമ്മ. കേരളത്തിൽ പിന്നെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്ന് ചോദിച്ചാൽ KCS പണിക്കരാണ് പറയേണ്ടത് കേട്ടോ. കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവാരാണ്? KCS പണിക്കരാണ് പറയേണ്ടത്. ഇനി ഒരാറ്റത്തിന്റെ K ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ 2 ആണ്. ഒരാറ്റത്തിന് Kയും Lഉം Mഉം Nഉം അല്ലയോടെ ഷെല്ലുകൾ K L M N L. അപ്പൊ K ഷെല്ലിൽ 2ഉം L ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്നത് 8ഉം M ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്നത് 18ഉം N ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്നത് 32ഉമാണ് ഒരാറ്റത്തിന്റെ ഇലക്ട്രോണുകളുടെ എണ്ണം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ K 2, L 8, M 18, N 32 ആണ് കേട്ടോ. ഓർത്ത് വെച്ചിരിക്കണം. ഇലക്ട്രോൺ കണ്ടുപിടിച്ചതാരാ? JJ തോംസൺ, അല്ലെ? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ്, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക്. ഇലക്ട്രോൺ JJ തോംസൺ, പ്രോട്ടോൺ റുദർഫോർഡ്, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ഗാർഹിക പീഡന നിരോധന നിയമം 2005 സെപ്റ്റംബർ 13നും ഇത് നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26നുമാണ്. അപ്പൊ ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന വർഷം എന്നാണ് 2006 ഒക്ടോബർ 26. അടുത്ത വെരി വെരി ഇമ്പോർട്ടന്റ് പഞ്ചായത്ത് രാജിനെ കുറിച്ച് നമുക്ക് നോക്കാം. പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം 9, പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ പട്ടിക 11, പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243 A മുതൽ K വരെയാണ്. അപ്പം പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം എത്രയാണ്? ഭാഗം 9, പട്ടിക എത്രയാണ്? പട്ടിക 11, ആർട്ടിക്കിൾ എത്ര? 243 A മുതൽ K വരെ. ആരാണ് പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി കൊണ്ടുവന്നത്? പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി കൊണ്ടുവന്നത് ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാ? അത് ബൽബന്ത് റായി മേത്തയാണ്. പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി കൊണ്ടുവന്നത് ബൽബന്ത് റായി മേത്ത. ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് സിസ്റ്റം വന്നത് എന്നാണ്? ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം വന്നത് 1993 ഏപ്രിൽ 24-നാണ്. ഏപ്രിൽ 24-നാണ്. അതുകൊണ്ട് പഞ്ചായത്ത് രാജ് ദിനം എന്ന് ചോദിച്ചാൽ ഏതേ പറയൂ? ഏപ്രിൽ 24 ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് ദിനം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പഞ്ചായത്ത് രാജിന്റെ പിതാവ് ബൽബന്ത് റായ് മേത്ത ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് സിസ്റ്റം കൊണ്ടുവന്നത് 1993 ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനം എന്നാണ്. ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനം. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയത് രാജസ്ഥാനിലെ നാഗോറിലാണ്. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗോറിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. പഞ്ചായത്ത് രാജ് മേഘാലയ, മിസോറാം, നാഗാലാൻഡ് എന്നീ 3 സ്റ്റേറ്റിൽ ഇതുവരെയും പഞ്ചായത്ത് രാജ് ഇല്ല കേട്ടോ. മേഘാലയ, മിസോറാം, നാഗാലാൻഡിൽ ഇല്ല. പഞ്ചായത്ത് രാജ് ദിനം എന്നാണ്? ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനം. പഞ്ചായത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് വിളിക്കുന്നത് എന്തിനെയാ? ഗ്രാമസഭ, അല്ലെ? ആരാ ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത്? ഗ്രാമസഭ വിളിച്ചു കൂട്ടേണ്ടത് വാർഡ് മെമ്പറും ഗ്രാമസഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റുമായിരിക്കും. ഗ്രാമസഭയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കേണ്ടത് കേട്ടോ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിക്കേ 243 K കേട്ടോ. പഞ്ചായത്ത് രാജ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? 243 K ആണ്. ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥയുടെ പേര്? ഓർമ്മയുടെ അറകൾ. ജി ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥയുടെ പേര്? ഓർമ്മയുടെ ഓളങ്ങൾ. തകഴി ശിവശങ്കര പിള്ളയുടെ ആത്മകഥയുടെ പേര്? ഓർമ്മയുടെ തീരങ്ങളിൽ. അപ്പം ഓർമ്മയുടെ അറകൾ, ഓർമ്മയുടെ ഓളങ്ങൾ, ഓർമ്മയുടെ തീരങ്ങൾ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെത് ഓർമ്മയുടെ അറകളും, ജി ശങ്കരക്കുറുപ്പിൻ്റെത് ഓർമ്മയുടെ ഓളങ്ങളും, തകഴിയുടേത് ഓർമ്മയുടെ തീരങ്ങളിൽ. അല്ലേ? ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ചിട്ടില്ലേ? ആദ്യമായി ജ്ഞാനപീഠം ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പ് തന്നെ 1965 ഓടക്കുഴൽ എന്ന കൃതിക്ക്. തകഴിക്ക് എന്നാണ് ജ്ഞാനപീഠം കിട്ടുന്നത്? തകഴിക്ക് 1984. 84 തകഴിക്ക്. 80 കിട്ടിയത് SK പൊറ്റക്കാടിന് കിട്ടി. 1980 SK പൊറ്റക്കാടിന്, 84 തകഴിക്ക് കിട്ടി. 95 നമ്മുടെ MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്നത്. എത്ര ലക്ഷം രൂപയാണ് ജ്ഞാനപീഠ പുരസ്കാരം? 11 ലക്ഷം രൂപയാണ് ജ്ഞാനപീഠ പുരസ്കാരം. ഇന്ത്യയുടെ പടിഞ്ഞാറ് അറ്റത്തെ തുറമുഖം എന്ന് വിളിക്കുന്നത് കാണ്ടില തുറമുഖമാണ്. ഗുജറാത്തിലെ കാണ്ടില തുറമുഖമാണ് പടിഞ്ഞാറ് അറ്റത്തെ തുറമുഖം. ഇന്ത്യയുടെ
കിഴക്കേറ്റത്തെ തുറമുഖം ഒഡീഷയിലെ പാരദീപ് തുറമുഖമാണ്. ഇന്ത്യയുടെ കിഴക്കേറ്റത്തെ തുറമുഖം. ഇന്ത്യയുടെ തെക്കേറ്റത്തെ തുറമുഖം തമിഴ്നാട്ടിലെ തൂത്തുക്കുടി തുറമുഖമാണ്. ഇന്ത്യയുടെ തെക്കേറ്റത്തെ തുറമുഖം. നേരെ വടക്ക് നമുക്ക് തുറമുഖം ഇല്ല കേട്ടോ. ഇന്ത്യയുടെ പടിഞ്ഞാറേറ്റത്തെ തുറമുഖം ഗുജറാത്തിലെ കാണ്ടില, കിഴക്കേറ്റത്തെ തുറമുഖം ഒഡീഷയിലെ പാരദീപ്, തെക്കേറ്റത്തെ തുറമുഖം ഏതാണ്? തമിഴ്നാട്ടിലെ തൂത്തുക്കുടി തുറമുഖമാണ് ഇന്ത്യയുടെ തെക്കേറ്റത്തെ തുറമുഖം. അല്ലെ, ഒഡീഷയിലെ നമ്മുടെ ഗുജറാത്തിലെ കാണ്ടില തുറമുഖത്തിന് പുതിയ പേര് വന്നായിരുന്നു. ദീൻ ദയാൽ തുറമുഖം എന്ന് വിളിക്കുന്നത് നമ്മുടെ കാണ്ടില തുറമുഖത്തെ ദീൻ ദയാൽ തുറമുഖം. അതുപോലെ സ്വതന്ത്ര വ്യാപാര മേഖല എന്നറിയപ്പെടുന്ന തുറമുഖം ഫ്രീ ട്രേഡ് സെന്റർ, സ്വതന്ത്ര വ്യാപാര മേഖല, പ്രത്യേക സാമ്പത്തിക മേഖല സ്പെഷ്യൽ ഇക്കണോമിക് സോൺ എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാ? ഗുജറാത്തിലെ ഗാണ്ടില തുറമുഖമാണ്. അതുപോലെ ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖവും ഗുജറാത്തിലെ കാണ്ടില തുറമുഖമാണ്. ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? അപ്പം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം എന്ന വിശേഷണം ഗുജറാത്തിലെ കാണ്ടില തുറമുഖമാണ്. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേറ്റത്തെ തുറമുഖം ഏതാണ്? കാണ്ടില തുറമുഖമാണ്. കാണ്ടില തുറമുഖത്തിന്റെ പുതിയ പേരെന്താ? നമ്മുടെ ദീൻ ദയാൽ തുറമുഖം. കിഴക്കേറ്റത്തെ തുറമുഖം പാരദീപ് തുറമുഖം ഒഡീഷയിലാണ്. ഇന്ത്യയുടെ കിഴക്കേറ്റത്തെ തുറമുഖം. തമിഴ്നാടിന്റെ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ളത് തമിഴ്നാട്ടിലാണ്. 3 തുറമുഖങ്ങളുണ്ട്. ഏതൊക്കെയാ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങൾ? 3 തുറമുഖങ്ങൾ തമിഴ്നാട്ടിൽ. 1 തൂത്തുക്കുടി തുറമുഖം, 2 എണ്ണൂർ തുറമുഖം, 3 ചെന്നൈ തുറമുഖം. അല്ലെ, തൂത്തുക്കുടി തുറമുഖം, എണ്ണൂർ തുറമുഖം, ചെന്നൈ തുറമുഖം. ഏറ്റവും കൂടുതൽ തുറമുഖങ്ങളുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയും ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? അത് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് തമിഴ്നാട്ടിലുമാണ്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി തുറമുഖത്തെ വിളിക്കുന്ന പേര് ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം കേട്ടോ. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം തൂത്തുക്കുടി തുറമുഖം. പണ്ട് പാണ്ഡ്യ രാജാക്കന്മാരുടെ തുറമുഖമായിരുന്നു തൂത്തുക്കുടി. ടുറ്റിക്കോറിൻ എന്നൊക്കെ അറിയപ്പെടും തൂത്തുക്കുടി തുറമുഖം. വി.ഒ. ചിദംബരനാർ തുറമുഖം എന്നൊരു പേര് കൂടി ഇതിനുണ്ട് കേട്ടോ. തൂത്തുക്കുടി തുറമുഖത്തിന്റെ പേരെന്താണ്? വി.ഒ. ചിദംബരനാർ തുറമുഖം. ഏറ്റവും വലിയ തുറമുഖം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈ തുറമുഖം. ഏറ്റവും വലിയ രണ്ടാമത്തെ വലിയ തുറമുഖം ചെന്നൈ തുറമുഖം. അപ്പൊ ഏറ്റവും വലിയ തുറമുഖം മുംബൈ തുറമുഖം. അതുകൊണ്ട് ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്ന് വിളിക്കുന്നത് മുംബൈ തുറമുഖത്തെയാണ്. മുംബൈ തുറമുഖത്തിന്റെ തിരക്കൊഴിവാക്കാനായി വന്നതാ നാവശേവ തുറമുഖം അഥവാ ജവഹർലാൽ നെഹ്റു തുറമുഖം എന്ന് വിളിക്കുന്നത് മുംബൈ തുറമുഖത്തിന്റെ തിരക്കൊഴിവാക്കാൻ വന്നതാ. അപ്പൊ ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നതും ഇന്ത്യയുടെ ഏറ്റവും വലിയ തുറമുഖം എന്നറിയപ്പെടുന്നതും ഒക്കെ ഏതാണ്? മുംബൈ തുറമുഖം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖവും മുംബൈ തുറമുഖം. മുംബൈ തുറമുഖത്തിന്റെ തിരക്കൊഴിവാക്കാൻ വന്നത് ഏതാണ്? അത് നാവശേവ അഥവാ ജവഹർലാൽ നെഹ്റു തുറമുഖം. കൊൽക്കത്ത തുറമുഖത്തിന്റെ തിരക്കൊഴിവാക്കാൻ വന്ന തുറമുഖമാണ് ഹാൽഡിയ തുറമുഖം കേട്ടോ. കൊൽക്കത്ത തുറമുഖത്തിന്റെ തിരക്കൊഴിവാക്കാൻ വന്നത് ഏതാണ്? ഹാൽഡിയ തുറമുഖം. നമ്മുടെ കേരളത്തിന് ഒരു തുറമുഖം ഉണ്ടല്ലോ, ഏതാ? കൊച്ചി തുറമുഖം. എവിടാ സ്ഥിതി ചെയ്യുന്നത്? അത് വേമ്പനാട്ട് കായലില അല്ലെ. കൊച്ചി തുറമുഖം വന്നത് വേമ്പനാട്ട് കായൽ 1928 കൊച്ചി തുറമുഖം വരുന്നത്. കൊച്ചി തുറമുഖം 1928 വരുന്നു. അത് കൊച്ചി മേജർ തുറമുഖമാകുന്നത് 1936 കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് വരുന്നത് 64 കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് 64 കൊച്ചി തുറമുഖം വരുന്നത് 28 കൊച്ചി മേജർ തുറമുഖമാക്കുന്നത് എന്താണ്? 36 ആരാ കൊച്ചി തുറമുഖത്തിന്റെ ശില്പി? റോബർട്ട് ബ്രിസ്റ്റോ ആണ് കൊച്ചി തുറമുഖത്തിന്റെ ശില്പി. അദ്ദേഹത്തിന്റെ കൃതി തെറ്റണ്ട, കൊച്ചിൻ സാഗ. റോബർട്ട് ബ്രിസ്റ്റോയുടെ ആത്മകഥയുടെ പേരെന്താണ്? കൊച്ചിൻ സാഗ. ഈ കൊച്ചി തുറമുഖത്തല്ലേ അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നത്? കൊച്ചിയെ വിളിക്കാറില്ലേ? അങ്ങനെ വിളിച്ചത് R.K. ഷൺമുഖം ഷെഡ്ഡിയാണ്. അപ്പൊ കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്ന് വിളിച്ചത് ആരാണ്? R.K. ഷൺമുഖം ഷെഡ്ഡിയാണ്. ഓർത്ത് വെച്ചിരിക്കണേ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഭാരതീയ ന്യായ സംഹിത ബില്ല് വന്നതെന്ന്. അപ്പൊ ഇന്ത്യയുടെ പീനൽ കോഡ് മാറിയായിരുന്നല്ലോ. അപ്പൊ അത് ഡേറ്റോട് കൂടി പഠിക്കണം. ഭാരതീയ ന്യായ സംഹിത ബില്ല് വന്നത് 2023 ഡിസംബർ 20 ലോകസഭ പാസാക്കിയത്. രാജ്യസഭ പാസാക്കിയത് ഡിസംബർ 21 പ്രസിഡന്റിന് അംഗീകാരം ലഭിച്ചത് ഡിസംബർ 25 അപ്പം ഭാരതീയ ന്യായ സംഹിത ബില്ല് 2023 ഡിസംബർ 20 വന്നു. ഡിസംബർ 21 രാജ്യസഭ പാസാക്കുന്നു. പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് ഡിസംബർ 25 അതിന്റെ വകുപ്പുകളും കാര്യങ്ങളും ഒക്കെ അടുത്ത സെക്ഷനിൽ കൊണ്ടുവരാം. സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനല്ലേ? ആണ്. ഏത് സമരത്തെ തുടർന്ന്? വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് അല്ലെ. ആരുടെ നിർദ്ദേശപ്രകാരം? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം അല്ലെ. എന്നാ സവർണ ജാഥ തുടങ്ങിയത്? 1924 നവംബർ 1 മുതൽ. എവിടം മുതൽ എവിടം വരെ? കോട്ടയത്ത് ടു തിരുവനന്തപുരം
തിരുവനന്തപുരം വരെയായിരുന്നു അല്ലെ. കോട്ടയം മുതൽ വൈക്കം, കോട്ടയം എന്ന് പറയുന്നത് വൈക്കം മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു സവർണ ജാഥ. ആരാടെ? 24 നവംബർ 1 മൈനത്ത് പത്മനാഭൻ. ആരുടെ നിർദ്ദേശപ്രകാരം? ഗാന്ധിജി. ഏത് സമരത്തെ തുടർന്ന്? വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് അല്ലെ. വൈക്കം സത്യാഗ്രഹം എന്നായിരുന്നത് 1924 തുടങ്ങുമ്പോൾ ശ്രീമൂലം തിരുനാളാണ് രാജാവ്. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മി ഭായി ആണ്. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആരെന്ന് ചോദിച്ച് സേതു ലക്ഷ്മി ഭായ് അല്ലെ. വൈക്കം സത്യാഗ്രഹത്തിന്റെ നിരീക്ഷകനായിട്ട് ഗാന്ധിജി പറഞ്ഞു വിട്ടത് ആരെയാ? വിനോബാ ഭാവെ അല്ലെ. വൈക്കം സത്യാഗ്രഹത്തിന്റെ നിരീക്ഷകനായിട്ട് ഗാന്ധിജി പറഞ്ഞു വിട്ടത് ആരെയാണ്? വിനോബാ ഭാവെ. വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാ? വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് TK മാധവനാണ്. ആരാണ്? TK മാധവൻ. അദ്ദേഹമാണ് 1923 കാക്കിനാട് INC സമ്മേളനത്തിൽ പോയി പ്രമേയമൊക്കെ അവതരിപ്പിച്ചു. ഐത്തോച്ചാടന പ്രമേയമൊക്കെ അവതരിപ്പിച്ചത് TK മാധവനാണ്. ഓർത്തു വെച്ചിരിക്കണേ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, PT ഉഷ ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്തത് 1980 മോസ്കോ ഒളിമ്പിക്സിൽ. അതിന് മെഡൽ ഒന്നും കിട്ടിയില്ല. എന്നാലും നിങ്ങളോട് ചോദിക്കും, ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്തത് 80 മോസ്കോ ഒളിമ്പിക്സും ആദ്യമായിട്ട് ഫൈനലിലെത്തി വെങ്കല മെഡൽ സെക്കൻഡിൽ ഒരു അംശത്തിൽ നഷ്ടപ്പെട്ടത് 84 ലോസ് ഏഞ്ചൽസിലുമാണ് കേട്ടോ. 400 മീറ്റർ ഹഡിൽസിലായിരുന്നു അത്. അപ്പം PT ഉഷ പങ്കെടുത്ത ആദ്യത്തെ ഒളിമ്പിക്സ് 80 മോസ്കോ ഒളിമ്പിക്സ്. PT ഉഷ ഫൈനലിലെത്തിയ ആദ്യത്തെ ഒളിമ്പിക്സ് 84 ലോസ് ഏഞ്ചൽസ് ആണ്. PT ഉഷ കോച്ചിങ് സെന്റർ തിരുവനന്തപുരത്തുണ്ട്. പക്ഷെ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കൊയിലാണ്ടി, കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ്. പയ്യോളി എക്സ്പ്രസ് എന്ന് വിളിക്കുന്നത് PT ഉഷയല്ലേ. ഇപ്പൊ 2022 PT ഉഷ എന്തായി? രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്ത അവസാനത്തെ മലയാളി ആരാ? PT ഉഷയാണ്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യത്തെ മലയാളി ആരാ? രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യ മലയാളി സർദാർ KM പണിക്കർ. സർദാർ KM നമ്മുടെ സുരേഷ് ഗോപി പോയിട്ടുണ്ടായിരുന്നു 2016 സുരേഷ് ഗോപിയെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത മലയാളിയാണ്. അവസാനം 2022 നമ്മുടെ PT ഉഷ പോയിട്ടുണ്ട്. അതുപോലെ കസ്തൂരി രംഗൻ മലയാളി, അബു എബ്രഹാം കാർട്ടൂണിസ്റ്റ് മലയാളി, അതുപോലെ G ശങ്കരക്കുറുപ്പ് മലയാളിയാണ്, അതുപോലെ ഡോക്ടർ G രാമചന്ദ്രൻ മലയാളിയാണ് അല്ലെ. ഇവരൊക്കെ കേരളത്തിൽ നിന്ന് പോയ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത മലയാളികളാണ്. ഓക്കെ. അടുത്ത, ഒരു കമ്പ്യൂട്ടർ ശൃംഖലയെ പല വിഭാഗങ്ങളായി വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെ ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നു. ബ്രിഡ്ജും റൂട്ടറും ചോദിക്കും കേട്ടോ. ഒരു കമ്പ്യൂട്ടർ ശൃംഖലയെ പല വിഭാഗങ്ങളായി വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബ്രിഡ്ജ് ആണ്. ഒരേ വിഭാഗത്തിൽപ്പെട്ടതും ഒരുപോലെയുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ ഉള്ളതുമായ രണ്ട് ശൃംഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉപകരണം റൂട്ടർ എന്ന് വിളിക്കുന്നു കേട്ടോ. റൂട്ടർ എന്ന് വിളിക്കുന്നത് ഒരേ വിഭാഗത്തിൽപ്പെട്ട ഒരേപോലുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ ഉള്ളതുമായ രണ്ട് ശൃംഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കമ്പ്യൂട്ടർ ഉപകരണം ഏതാണ്? റൂട്ടർ എന്ന് വിളിക്കുന്നു. ഇനി ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ C ആണ്. യുവത്വം നിലനിർത്തുന്നത് വിറ്റാമിൻ, ആദ്യമായി കൃത്രിമമായി നിർമ്മിച്ച വിറ്റാമിൻ, മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്നത്, മുറിവുണങ്ങാൻ സഹായിക്കുന്ന വിറ്റാമിൻ. ഇതൊക്കെ ചോദിച്ചാൽ ഏതാണ്? വിറ്റാമിൻ C ആണ് പറയേണ്ടത്. ശരീരത്തിലെ ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന വിറ്റാമിൻ K ആണ്. ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന വെരി ഇമ്പോർട്ടന്റ് ചോദ്യമായിട്ട് കൊടുത്തേരെ. ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ K. ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നത് ഏതാ? വിറ്റാമിൻ D അല്ലെ. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതെന്ന് ചോദിച്ചാലും വിറ്റാമിൻ D ആണ് നമ്മൾ പറയുന്നത് അല്ലെ. കണ്ണിന്റെ കാഴ്ചയ്ക്ക് ആവശ്യമായത് ഏതാ? വിറ്റാമിൻ A അല്ലെ. വിറ്റാമിൻ A. നിശാന്തത, സീറോഫ്താൽമിയ എന്ന രോഗത്തിനൊക്കെ കാരണം എന്തിന്റെ അഭാവമാണ്? വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ്. വിറ്റാമിൻ B ഏതാണ്? ബെറിബെറി എന്ന രോഗം ഉണ്ടാകുന്നു. വിറ്റാമിൻ C സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നു. വിറ്റാമിൻ D റിക്കറ്റ്സ് അഥവാ കണ അല്ലെ. വിറ്റാമിൻ D. വിറ്റാമിൻ E വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. രക്തം കട്ട പിടിക്കുന്നതോ? വിറ്റാമിൻ K ആണ് അല്ലെ. വിറ്റാമിൻ K അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. അടുത്ത, സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മൃഗങ്ങളുടെയോ സസ്യങ്ങളുടെയോ ആവാസ മേഖലയാ ടോപ്പ് സ്ലിപ്പ് എന്നറിയപ്പെടുന്നത്. അങ്ങനെ ടോപ്പ് സ്ലിപ്പിന്റെ ഭാഗമായി കേരളത്തിൽ ഒരു വന്യജീവി സങ്കേത കേന്ദ്രമുണ്ട്. ഏതാണെന്നറിയാമോ? പറമ്പിക്കുളം വന്യജീവി സങ്കേതം. അപ്പം ടോപ്പ് സ്ലിപ്പിന്റെ ഭാഗമായ കേരളത്തിലെ ഒരേ ഒരു വന്യജീവി സങ്കേത കേന്ദ്രം ഏതാണ്? പറമ്പിക്കുളം. ഏത് ജില്ലയിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേത കേന്ദ്രം? പാലക്കാട് അല്ലെ. പാലക്കാട് 1973 വരുന്നത്. പാലക്കാട് വന്യജീവി സങ്കേത കേന്ദ്രം 1973. ആസ്ഥാനം പാലക്കാട് ജില്ലയിലെ തൂണക്കടവിലാണ് കേട്ടോ. പക്ഷെ കേരളത്തിൽ നിന്ന് പ്രവേശന കവാടമില്ല. തമിഴ്നാട്ടിലെ പൊള്ളാച്ചി വഴി മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ വന്യജീവി സങ്കേത കേന്ദ്രം പറമ്പിക്കുളമാണ് അല്ലെ. പറമ്പിക്കുളത്തിന്റെ പ്രവേശന കവാടം എവിടെയാണ്? അത് പൊള്ളാച്ചി വഴി. പക്ഷെ പറമ്പിക്കുളത്തിന്റെ ആസ്ഥാനം എവിടെ? പറമ്പിക്കുളത്തിന്റെ ആസ്ഥാനം
ഗുണക്കടവ്. എവിടെ പറമ്പിക്കുളം സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് ചിറ്റൂർ താലൂക്കിലെ മുതലമട പഞ്ചായത്തിൽ അല്ലെ. 73 വരുന്നത്. മുതലമട പഞ്ചായത്തിലാണ് പറമ്പിക്കുളം. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേത കേന്ദ്രം ഏതാ? അത് പറമ്പിക്കുളമാണ് അല്ലെ. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേത കേന്ദ്രം. എന്താ റെഡ് ഡേറ്റ ബുക്ക്? വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ ബുക്കാണ് റെഡ് ഡേറ്റ ബുക്ക് അല്ലെ. ആ റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയത് നമ്മുടെ കേരളത്തിലെ വന്യജീവി സങ്കേത കേന്ദ്രം പറമ്പിക്കുളം വന്യജീവി സങ്കേത കേന്ദ്രം. പറമ്പിക്കുളം വന്യജീവി സങ്കേത കേന്ദ്രത്തിന് പ്രധാനമായിട്ടും ഈ റെഡ് ഡേറ്റ ബുക്ക് ഇറക്കുന്ന സംഘടന IUCN ആണ് കേട്ടോ. IUCN പരിസ്ഥിതി സംഘടനയാണ്. കാട്ടുപോത്തുകളെ സംരക്ഷിക്കുന്നത് പറമ്പിക്കുളത്താണ് കേട്ടോ. കാട്ടുപോത്തുകളെ സംരക്ഷിക്കുന്നത് എവിടെയാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേത കേന്ദ്രം. വന്ദേ മാതരം എന്നൊരു ഉറുദു പത്രം എഴുതിയത് ലാലാ ലജ്പത് റായിയും വന്ദേ മാതരം എന്നൊരു ഇംഗ്ലീഷ് പത്രം ഇറക്കിയത് അരവിന്ദ ഘോഷുമാണ് കേട്ടോ. ഈ വന്ദേ മാതരം എന്ന ഉറുദു പത്രമാരുടെയാണ്? ലാലാ ലജ്പത് റായ്. ഉറുദു പത്രമാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചു ഏത് ഭാഷയിലാണ് ലാലാ ലജ്പത് റായ് ഇറക്കിയ? ഉറുദു ഭാഷയിൽ. ഇംഗ്ലീഷ് പത്രം ഇറക്കിയത് അരവിന്ദ ഘോഷാണ് അല്ലെ. അരവിന്ദ ഘോഷിനെ നമുക്കറിയാം. വന്ദേ മാതരം എന്ന ഗാനം ഇംഗ്ലീഷിലേക്ക് എഴുതിയത് ആരെന്ന് ചോദിച്ചാലും നമ്മൾ പറയേണ്ട അരവിന്ദ ഘോഷാണ്. പുതുച്ചേരിയിൽ അദ്ദേഹത്തിന്റെ ആശ്രമം ഒക്കെ ഇല്ലേ? അരവിന്ദോ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ പുതുച്ചേരിയിലാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ. അടുത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യകാല നാമം എന്തെന്ന്? SBIയുടെ ആദ്യകാല നാമം ഇംപീരിയൽ ബാങ്ക്. എന്നാണ് ഇംപീരിയൽ ബാങ്ക് വന്നത്? 1921. ഈ 21 ഇംപീരിയൽ ബാങ്ക് SBI ആയത് 55 SBI ആയി മാറിയ വർഷം എന്ന 55 ദേശസാൽക്കരിച്ചതും അതേ വർഷം തന്നെ SBI. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ചെയർമാൻ മലയാളിയാണ്, ജോൺ മത്തായി കേട്ടോ. SBIയുടെ സ്ഥാപക ചെയർമാൻ ആരാണ്? ജോൺ മത്തായി ആണ്. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ പശുവിൻ പാല് അമേരിക്കക്കാരാണ്. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പശുവിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാണ്? അമേരിക്ക. ഇന്ത്യയിൽ ധവള വിപ്ലവവുമായി സഹകരിക്കുന്ന രാജ്യം സ്വിറ്റ്സർലൻഡുകാരാണ്. ക്ഷീരോത്പാദനവുമായി ബന്ധപ്പെട്ട രാജ്യം ഏതാണ്? സഹകരിക്കുന്നത് സ്വിറ്റ്സർലൻഡ് ആണ്. ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ ഫ്ലഡ്. ഏത് വർഷമാണെന്ന് അറിയാമോ? 1970. അപ്പൊ ഇന്ത്യയിലെ ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ഫ്ലഡ്. ഏത് വർഷമാ? 1970. ധവള വിപ്ലവത്തിന്റെ പിതാവ് മലയാളിയായ വർഗീസ് കുര്യൻ അല്ലെ. വർഗീസ് കുര്യൻ ഏത് ജില്ലക്കാരനാ? വർഗീസ് കുര്യൻ വൈറ്റ്വേസ് കുര്യൻ കോഴിക്കോടുകാരനാ. I too have a dream, unfinished dream, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതിയാണ്. വർഗീസ് കുര്യന്റെ കൃതി ഏതാണ്? I too have a dream, unfinished dream ഒക്കെ വർഗീസ് കുര്യന്റെ കൃതിയാണ്. മാക്സേസെ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി വർഗീസ് കുര്യനാണ് കേട്ടോ. മാക്സേസെ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? വർഗീസ് കുര്യൻ. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാ? വർഗീസ് കുര്യൻ. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം എവിടെ? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് 1965 ഗുജറാത്തിലെ ആനന്ദിലാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ്. അപ്പൊ ക്ഷീരോത്പാദനവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ഫ്ലഡ്. ഏത് വർഷം? 70 ഓപ്പറേഷൻ ഫ്ലഡ്. ഈ കേരളത്തിൽ മിൽമ വന്നത് 80. മറന്നുപോരുത്. കേരളത്തിൽ മിൽമ വന്ന വർഷം എന്നാണ്? 1980 കേരളത്തിൽ മിൽമ. ധവള വിപ്ലവവുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡുകാരാണ്. മാട്ടുപ്പെട്ടി സിസോ ഇൻഡോസിസ് പ്രോജക്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇടുക്കിയിലെ മാട്ടുപ്പെട്ടി കന്നുകാലി ഗവേഷണ കേന്ദ്രം ഇൻഡോസിസ് പ്രോജക്റ്റ് എന്നല്ലേ പറയുന്നത്. അപ്പൊ ഇന്ത്യയും സ്വിറ്റ്സർലൻഡും സംയുക്തമായിട്ടാണ്. ഓർത്തു വെച്ചിരിക്കണേ. അങ്ങനെയാണ് ഒരുവിധം ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ടത്. നല്ല കുറെ കൊച്ചു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റിയ, പക്ഷേ ഡിഗ്രി 10th ലെവൽ 12th ലെവൽ പരീക്ഷകൾക്ക് ആവശ്യമായ കൺഫ്യൂസിംഗ് ഫാക്ട്സ് ആണ്. അതങ്ങ് പഠിച്ചു തീർത്ത് വെച്ചിരിക്കണേ. അടുത്തൊരു ഘട്ടമായിട്ട് വീണ്ടും നമുക്ക് കാണാം. നല്ല രീതിയിൽ റിവിഷൻ നടത്തുക, ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് പോവുക. ജോലി കിട്ടണമെന്ന വാശിയോടുകൂടി ഓരോ ദിവസവും വാശി കൂടി ടോപ്പിക്ക് മാക്സിമം കവർ ചെയ്യുന്ന രീതി പഠിച്ച് മുന്നേറുക. നിങ്ങൾ ആഗ്രഹിച്ച ജോലിയിൽ എത്തിച്ചേരുക. ഞങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും. എപ്പോഴും റിവിഷനും ഒക്കെ ആയിട്ട് വരും. ഹോട്ട് ടോപ്പിക്സും ഒക്കെ സമയം എടുക്കുമ്പോൾ എത്തിയിരിക്കും. എല്ലാവിധ പ്രാർത്ഥനകളും. നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. എല്ലാവിധ ആശംസകളും. നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.